ഇന്ന് നമുക്ക് തേങ്ങ ഒട്ടും ചേർക്കാതെ കുറച്ച് നാടൻ കറികൾ ഉണ്ടാക്കിയാലോ. ഈ മഴ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ തട്ടിക്കൂട്ട് കറികളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതേ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂർക്ക തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചുവന്നുള്ളി ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി തലയും വാലും ഒക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കത്തിരിക്കയും കറ പോകാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ കറണ്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അപ്പോഴത്തേക്കും ചീനിച്ചട്ടി വെച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പഴുത്ത കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചയും പഴുത്തതെല്ലാം കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്കയില്ലേ, ചീവക്കിഴങ്ങ്, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റിയൊക്കെ കൊടുക്കണം. അപ്പോൾ കൂർക്ക നമ്മൾ തൊലി കളയാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. തുണിയിലിട്ട് അടിച്ചിട്ട് നമുക്കിങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞെടുക്കാം. പിന്നെ ചിരണ്ടിയൊക്കെ എടുക്കാമേ. അങ്ങനത്തെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാമേ. ഈ കൂർക്ക ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം, ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഈ ഉള്ളിക്കകത്തു നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഊർന്ന് ഇറങ്ങിക്കോളെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ടിരിക്കുകയുള്ളേ. ഈ കാന്താരിമുളകിന് പകരം വേണമെങ്കിൽ ഉണക്കമുളക് ചതച്ചതോ അല്ലെങ്കിൽ പച്ചമുളക് കീറിയതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പിച്ചിക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ പക്ഷേ അത് അപ്പുറത്തെ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് വേറൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തേക്കാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. ഇതിലേക്ക് നമുക്ക് കത്തിരിക്ക ചേർത്ത് കൊടുക്കാമേ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അത്യാവശ്യം എരിയും പുളിയും ഒക്കെ കിട്ടുന്ന നല്ലൊരു കറിയാണ്. ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകുണ്ടല്ലോ, അത് പഴുത്ത മുളകാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, കാണാൻ ഒരു ഭംഗിയാണ്. പിന്നെ നല്ല എരിവ് കുറച്ച് കൂടുതലും കൂടെ കാണേ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുകയാണ്, തകർത്ത് മഴ പെയ്യുകയാണ്. അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും എന്ന് തോന്നുന്നു, ക്ഷമിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയേ. നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിന് നല്ല എരിവ് കാണുമല്ലോ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. പോലെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് തട്ടിക്കൂട്ട് കറികളാണ്. അതുപോലെ തന്നെ ഇത് എളുപ്പക്കറികളും കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കത്തിരിക്കയൊക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയില്ലേ, അതൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ പിഴിഞ്ഞ് കരട് കളഞ്ഞ വെള്ളമാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് സിമ്മിലങ്ങ് വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കുഴമ്പ് പരുവത്തിലാവുമ്പം നമുക്കിതങ്ങ് വാങ്ങി വെക്കണേ. അങ്ങനത്തെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ കത്തിരിക്കയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വഴുതനങ്ങയ്ക്കകത്ത് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ കത്തിരിക്കകത്ത് ചെയ്യുന്നതിന് നല്ലതേ. ഇനി നമുക്ക് അടുത്ത കറി റെഡിയാക്കിയാലോ. ഉണ്ടല്ലോ, അത് തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്കത് ഒന്നും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഈ കറികളുടെയൊക്കെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള കറിയാണ് കേട്ടോ. ഇത് നമുക്ക് ഉണക്ക മത്തി കൊണ്ടും അതുപോലെ തന്നെ നെത്തോലി ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഉണക്കച്ചെമ്മീനാണെന്ന് തോന്നുന്നേ. അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് വാങ്ങി വെക്കാമേ. ഇനി ഞാനിവിടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ.
അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഒക്കെ ഇട്ട് ചതച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വറ്റൽമുളക് ചതയ്ക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി മാത്രം ചതച്ചിട്ട് നമുക്ക് ചതച്ച മുളക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിട്ട് കൊടുത്താലും മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കണേ. അങ്ങനത്തെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു ചിരട്ട കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെറുതായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടി. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, കഞ്ഞിയുടെ കൂടെ കഴിക്കാനും പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ബെസ്റ്റ് ഐറ്റമാണ്. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു കറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒഴിച്ചെറിയും കൂടി വേണമല്ലോ. അപ്പം എളുപ്പത്തിലൊരു ഇൻസ്റ്റൻറ്റ് മോര് കാച്ചിയതാണേ. ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുകും 2 നുള്ള ഉലുവയും വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഒരുമാതിരി മൂത്ത് നല്ല മുരിഞ്ഞൊരു മണമൊക്കെ വരുമല്ലോ. ഇതിൽ നമുക്ക് ചുവന്നുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ചുവന്നുള്ളി ചേർക്കുന്നവരും ഉണ്ട്. പച്ചമുളകിന് പകരം കാന്താരി അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടമുളകുണ്ടല്ലോ, മണമുള്ള മുളക്, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് പുളിയില്ലാത്ത കട്ടത്തൈര് ഒന്ന് ഉടച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് തിളയ്ക്കാൻ പാടില്ലേ. ഒരുമാതിരി ഒന്ന് ചൂടായി വരുമ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണേ. ഇനി നമുക്കിത് 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഉടച്ചിട്ട് അതിൽ കാന്താരിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അങ്ങ് ഉടഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഊണ് കഴിക്കാനുള്ള സെറ്റ് കറികളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങയൊന്നും ചേർക്കാത്ത അടിപൊളി കറികളും. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.